വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതി അർജുൻ തന്നെയെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ. കുട്ടി മരിച്ചതിനു ശേഷം അർജുന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. മൊഴി മാറ്റിപ്പറയാൻ അർജുൻ നിർബന്ധിച്ചെന്നും സഹോദരൻ ജനൻ ടിവിയോട് പ്രതികരിച്ചു. എങ്ക പറയാം എവിടെ പോവാന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞു. മുടി വെട്ടാൻ പോകുമ്പോൾ ഞാനും പറയാമെന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ കൂടെ വന്നു. ഇവിടെ വന്ന് കസരട്ട് ഇരിക്കുമ്പോൾ അർജുനും ഇവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ഇച്ചിരി നേരം എൻ്റെ ഓൺലൈൻ ക്ലാസ് നോക്കി കളിയാക്കുമായിരുന്നു. സാറിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഭയങ്കര കളിയാക്കുമായിരുന്നു അർജുനും സുജിനും. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഇവന് പെട്ടെന്ന് സുജിനെ അകത്ത് ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നീ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് പറിക്കേ പറഞ്ഞിട്ട് അവനകത്ത് കയറി ഒരു 5-6 ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് ഇവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് മേടിച്ച് നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇവൻ്റെ വോയിസ് ഇല്ല, ഒന്നുമില്ല, ഇവൻ്റെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, കുടുംബം ഒന്നടങ്കം പറയുന്നത് പ്രതി അർജുൻ തന്നെയെന്നാണ്. ഈ കേസിൽ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് പ്രതി. അപ്പോഴും കുടുംബത്തിന് ഒരാശ്വാസം അല്ലെങ്കിൽ നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണുള്ളത്. അതിനു വേണ്ടി അവർ ഹൈക്കോടതിയിലേക്ക് വരെ സമീപിക്കാൻ ഇരിക്കുന്ന ഈ വേളയിലാണ് ഈ സഹോദരൻ്റെ ഈ ഒരു പ്രതികരണം കൂടി. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കുടുംബം ഒന്നടക്കം അവരിപ്പോഴും വിശ്വസിക്കുന്നത് പ്രതി നിലവിൽ കുറ്റമുക്തനാക്കപ്പെട്ട അർജുൻ തന്നെ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളുമുള്ള സഹോദരന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് വ്യക്തമാണ്. എത്രത്തോളം ഇയാളാണ് പ്രതി എന്ന് വിശ്വസിക്കുന്നതിന് എത്രത്തോളം തെളിവുകളുണ്ട് എന്നുള്ളതെല്ലാം അവർ വ്യക്തമായി എണ്ണി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടി മരിച്ചതിന് ശേഷമുള്ള അർജുന സ്വഭാവം അത് ഈ വ്യക്തമായി കണ്ട ഒരാളാണ് ഈ പെൺകുട്ടിയുടെ സഹോദരനായിട്ടുള്ള ഈ യുവാവ്. ഈ കുട്ടി മരിച്ചതിന് ശേഷം വലിയ സ്വഭാവത്തിൽ ഈ അർജുന സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നു. അതായത് ഈ മരണം സംഭവിച്ച അടുത്ത ദിവസം തന്നെ ഇവരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നത്. ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മൗനത്തിലായിരുന്നു അർജുൻ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് നിലവിളിച്ച് കരയുക, പൊട്ടിക്കരയുക, പലതും ആലോചിച്ച് ഒരു മൂലയിലിരിക്കുക, വർത്തമാനം പറയാതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് അതിനുശേഷം ഈ ഒരു കൊലപാതകത്തിന് ശേഷം അർജുൻ നടത്തിയത് എന്നാണ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കുന്നത്. കൂടാതെ അർജുൻ നിലവിൽ ഇപ്പോൾ ഈ കുറ്റവാളിയാക്കപ്പെട്ട ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അർജുന്റെ കുടുംബം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നുണയാണെന്നും ഇയാൾ പറയുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് മഞ്ച് വാങ്ങി നൽകുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. കൂടാതെ ഫോൺ ഉപയോഗിക്കുന്നത് കൂട്ടുകാരാണെന്നുള്ള വാദങ്ങളെല്ലാം തന്നെ കള്ളമെന്നാണ് പറയുന്നത്. നിലവിൽ ഈ അർജുൻ തന്നെയാണ് പ്രതി എന്നുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ പെൺകുട്ടിയുടെ. ശരി, സുബിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.